നമ്മളൊരു പാറ്റേൺ ബ്ലൗസാണ് തയ്ക്കാൻ പോകുന്നത്. ബാക്കിലും കൈക്കും പാറ്റേൺ വെച്ചിട്ട് ഒരു ബ്ലൗസ് നീറ്റായിട്ട് എങ്ങനെ തയ്ച്ചെടുക്കാമെന്ന് നോക്കുന്നത്. ആദ്യം നമുക്ക് കൈ അങ്ങ് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ കൈ അങ്ങ് മാർക്ക് ചെയ്യാമേ. കൈ ഞാൻ 10.5 ഇഞ്ചാണ് വെക്കുന്നത്. 10.5 ഇഞ്ച്. ഇപ്പം കൈക്ക് ഇച്ചിരി സ്കാലപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഒത്തിരി താഴെയാണെങ്കിൽ നമുക്ക് കൈ അത്ര വൃത്തിയായിട്ട് കാണാൻ പറ്റത്തില്ല വർക്ക്. അപ്പം 10.5 ഇഞ്ച് മതി. അപ്പം നമ്മൾ 10.5 ഇഞ്ച് ഇറക്കം എടുത്തു. 3.5 ഇഞ്ച് ക്യാപ്പിൻ്റെ ഹൈറ്റ് എടുത്ത്. അപ്പം ഇവിടുന്നൊരു 17 ഇഞ്ച് ആം ഹോൾ വേണ്ടുന്നത്. അപ്പം നമുക്ക് മൊത്തം 8.5 ഇഞ്ച് വേണം. അപ്പം ഇവിടുന്ന് മൊത്തം 8.25 ഇഞ്ച് വേണം പകുതി എടുക്കുമ്പോഴേ. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് എടുക്കുക. ബാക്കി ഇങ്ങോട്ട് 7 ഇഞ്ച് 7.25 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. കൈയുടെ ഇവിടെ വരുന്നത് 11.5 ഇഞ്ചാണ്. അപ്പോൾ 5.25. നമുക്ക് ഈ കൈ അങ്ങ് വെട്ടിയെടുക്കാം. പതിനാല് ഇഞ്ചാണ് ബാക്കിൻ്റെ ഹൈറ്റ്. 14. നമ്മുടെ ഷോൾഡർ ഞാൻ വെക്കുന്നത് 8 ഇഞ്ചാണ്. 8, 8, 16. 8 ഇഞ്ച് ഷോൾഡർ വെക്കുക. ഇവിടുന്ന് നമ്മളിങ്ങോട്ട് 1/2 ഇഞ്ച് താഴോട്ട് ഇറക്കി ഷോൾഡർ ചരിക്കണം. കഴുത്തിൻ്റെ വീതി 3.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ വീതി വെക്കുന്നത്. ആ 3.5 ഇതിങ്ങോട്ട് ചരിച്ച് വിട്ടുക. നമ്മൾ മേളിൽ കട്ട് ചെയ്യാനുള്ള ലൈനും കൊടുക്കണം. എന്നിട്ട് ഇവിടുന്ന് താഴോട്ട് ഞാൻ 7 ഇഞ്ചാണ് കൈക്കുഴിയുടെ ഇറക്കം എടുക്കുന്നത്. ചെസ്റ്റ് വന്ന് 38, 4 ഇഞ്ച് കൂടെ കൂടി 42. അപ്പോൾ 10.5 ഇഞ്ച് ചെസ്റ്റ് എടുക്കുന്നുണ്ട്. 10.5. വേസ്റ്റിൻ്റെ ചുറ്റളവ് 35ആണ്. അപ്പോൾ 8.25 ഇഞ്ച്. 8.25. ഇത്രയും ഇങ്ങനെ ഷേപ്പ് വരുന്ന കാരണം നമുക്ക് 1/2 ഇഞ്ച് കൂടെ പുറകിലൊരു ടക്ക് കൊടുക്കാം. പുറകിൽ ടക്ക് ഇത് നമ്മുടെ ഹിപ്പ് ചെസ്റ്റ് കൂടുതലും ഹിപ്പ് തീരെ ചെറുതായിട്ട് വരുമ്പം, തീരെ ചെറുതല്ല ഒത്തിരി വ്യത്യാസം വരുമ്പം ബാക്കിൽ ഒരു 1/2 ഇഞ്ച് ടക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം 8.25 1/2 9.25 എടുക്കാം നമുക്ക്. 9.25. അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ വരളച്ച് പിടിക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് 1/2 ഇഞ്ചിൻ്റെ ടക്ക് കൊടുക്കണം. ഒരു 4.25 1/2 ഇഞ്ചിൻ്റെ ടക്ക് നമുക്ക് കൊടുക്കണം. ഇങ്ങോട്ട് 1/4 ഇഞ്ച്, ഇങ്ങോട്ട് 1/4 ഇഞ്ച്. ഈ ടക്കിൻ്റെ ഹൈറ്റ് വന്ന് 3 ഇഞ്ച് മുതൽ 3.5 ഇഞ്ച് വരെ ആകാമേ. ആം ഹോൾ വന്ന് 8.25. ഇതിപ്പോൾ നമുക്ക് കറക്റ്റാണ്. നമുക്ക് ഇതിപ്പോൾ വെട്ടിയെടുക്കാം. ബാക്ക് ഞാൻ അധികം വെട്ടുന്നില്ല. നമുക്ക് ഒരു 2 ഇഞ്ച് ഇറക്കം കൊടുക്കാം. മൊത്തം വന്ന് 10 ഇഞ്ചാണ് വേണ്ടുന്നത്. 2 ഇഞ്ച് ഇവിടെ മേളിൽ ഇറക്കം കൊടുക്കാമേ. അപ്പം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. ബാക്കിൽ പാറ്റേൺ അത് നമുക്ക് പിന്നെ വരയ്ക്കാം. ക്യാൻവാസിൽ വെട്ടാം. ഫ്രണ്ട് നമുക്ക് ക്രോസ് കട്ടിങ് എടുക്കാമേ. ഇത് ഫ്രണ്ടിലോട്ട് നമ്മൾ ഇച്ചിരി എപ്പോഴും പോലെ ചരിച്ച് വെട്ടുക. എന്നിട്ട് നമുക്ക് കഴുത്ത് വന്ന് ഒരു 7 ഇഞ്ച് കഴുത്തിറക്കം വയ്ക്കാമേ. സ്ട്രെയിറ്റ് ആയിട്ട് 7 ഇഞ്ച് വെക്കാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മളവിടെ 3.25 വെച്ചേ.
3.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയും 3.5 ഇഞ്ച് തന്നെ വെക്കാം. എന്നിട്ട് നമ്മുടെ ടക്കിൻ്റെ ഹൈറ്റ് ഇവിടെ കറക്റ്റ് ഷോൾഡർ കൂടുതലുള്ള ഇതാണ്, ബ്ലൗസാണ്. ഷോൾഡർ കൂടുതലുള്ള ബ്ലൗസാണ്. കഴുത്തിൻ്റെ വീതിയും കൂടുതലാണ്. അപ്പം കഴുത്തിൻ്റെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ വെക്കുക. 10.5 ഇഞ്ച് നമ്മളുടെ ടക്കിൻ്റെ ഹൈറ്റ്, 13.5 ഇഞ്ച് ബ്രസ്റ്റിൻ്റെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഹൈറ്റ്. ഇത് രണ്ടും മാർക്ക് ചെയ്തിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ഒരു ലൈൻ കൊടുക്കുക. നമ്മുടെ ബ്രസ്റ്റിൻ്റെ പോയിന്റ് 4 ഇഞ്ചാണ്. 4 ഇഞ്ച്. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് 4 ഇഞ്ച് ഈ ലൈനിൽ എടുക്കുക. 4 ഇഞ്ച് ഇവിടെ എടുക്കണം. കഴുത്ത് ഇവിടെ വരുന്നതും കണ്ട് ഇതിങ്ങോട്ട് കൊണ്ടുപോകരുത്. ഇവിടുന്ന് നമുക്ക് ബെസ്റ്റ് പോയിന്റ് എത്ര ഇവിടെ വരുന്നോ അവിടെ തന്നെ എടുക്കണം. ഇവിടെയും നമ്മൾ ആ 4 ഇഞ്ച് എടുക്കണം. 3 ഇഞ്ച് ടക്കാ വെക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് ഇങ്ങോട്ട്, 1.5 ഇഞ്ച് ഇങ്ങോട്ട്, 3 ഇഞ്ച് എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ടക്കിൻ്റെ പോയിന്റ് വരയ്ക്കുക. മനസ്സിലായല്ലോ? കഴുത്ത് ഇങ്ങോട്ട് മാറിയായിരിക്കും വരുന്നത് നമ്മുടെ മാർക്കിൽ. അന്ന് കരുതിയിട്ട് നമ്മൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. ഈ ലൈനിൽ നിന്ന് നമ്മുടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഈ ലൈനിൽ നിന്ന് 1 ഇഞ്ച് മേളിലോട്ടൊരു മാർക്ക് കൊടുക്കുക. 5 ഇഞ്ചുണ്ട് ഇവിടെ. ഇവിടെ ഒരു 5.5 ഇഞ്ചും കൊടുക്കുക. നമ്മൾ ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്യുക. ഇത് രണ്ടും കൂടെ മാർക്ക് ചെയ്യുക. ഇത് ഇവിടെ നിന്നുള്ള മാർക്ക് ഇത് ചെറുതായിട്ട് ഇവിടെയും കട്ട് ചെയ്യുക. പിന്നെ കഴുത്ത് ഇതാണ്. ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. കഴുത്ത് ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഡിസൈൻ കൊടുക്കണം. ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. കുഴിച്ചു വെട്ടണം. അമ്പുകളിൽ കുഴിച്ചു വെട്ടാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് 1 ഇഞ്ചോളം ഇങ്ങോട്ട് നീക്കി വെച്ചൊരു ലൈൻ കൊടുക്കണം. കൊടുത്തിട്ട് വേണം നമ്മൾ അമ്പുകളിൻ്റെ ഒക്കെ വഴി ഇവിടുന്നേ കൊണ്ടുവരണം. ഇവിടുന്ന് ഇങ്ങനെ വരച്ച് വന്ന് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീക്കി വേണം. അപ്പം ഇവിടെ നമ്മൾ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആ 3 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് നീക്കി കൊടുക്കണം. ഈ ടക്കിൻ്റെ ഒക്കെ ഹൈറ്റ് നമ്മൾ കറക്റ്റ് നോക്കാം. ഇവിടുന്ന് വരുമ്പോൾ 3 ഉണ്ട്. ഇവിടുന്ന് വരുമ്പോൾ 3 ഇവിടെ ഇങ്ങോട്ട് നീങ്ങിയാണ് വരുന്നത്. ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. ഇവിടുന്ന് വരുമ്പോൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. അപ്പം ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ടക്കിൻ്റെ പോയിന്റ് വരുന്നത്. ഇതാ കണ്ടോ? ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ലൈൻ പോകേണ്ടത്. അപ്പോഴാവും നമ്മളിങ്ങനെ മടക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടോ കറക്റ്റായിട്ട്. ഇല്ലെങ്കിൽ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് വെട്ടാമേ. ലെങ്ത് വേണ്ടുന്നത് നമുക്ക് 8.25 ഇഞ്ചാണ് വേണ്ടുന്നത്. അപ്പം ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. 8.25 കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടിയാൽ 10.25. അപ്പോൾ 10.25 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഇവിടെ അങ്ങ് ബെൽറ്റ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കണം. ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കണം. ഇത് 6.5 ഇഞ്ചുണ്ട്. ഇത് 5 ഇഞ്ചുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് ബെൽറ്റ് നമുക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ കൂടെ 1 ഇഞ്ച് നമുക്ക് തയ്ക്കാനും കൂടി ഇടുമ്പോൾ 2.5 ഇഞ്ച് വേണം. ഞാൻ 3 ഇഞ്ചിൽ എടുക്കുക. അപ്പോൾ ചെറിയൊരു ടക്ക് ചിലപ്പം വരുമേ. 3 ഇഞ്ച്. അപ്പോൾ ഇവിടെ 3.25 ഇഞ്ച്. തീരെ ചെറിയ ബെൽറ്റ് ആണെങ്കിലും കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ടക്കിൻ്റെ പോയിന്റ് വരുന്നത് 4 ഇഞ്ചിലാണ്. അപ്പം ഈ 4 ഇഞ്ചിൽ ഈ സ്ട്രെയിറ്റ് എടുത്തിട്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താഴോട്ട് ഇറക്കുക. ഇതാ ഇങ്ങനെ. എന്നിട്ട് ഇതാണ് നമ്മുടെ ബെൽറ്റ്. ഇങ്ങനെ ബെൽറ്റ് വെട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ ഇത് സീറ്റ് ആകും. കറക്റ്റ് ഇവിടെ 4 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ കൊണ്ട് നമ്മുടെ പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ, ഈ ബെൽറ്റിൻ്റെ ഈ ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ. ഈ തുണിയിലാണ് നമ്മൾ തയ്ക്കേണ്ടത്. ഇതിൻ്റെ കട്ടിങ് ഇതേ കട്ട് ചെയ്യുന്ന ഞാൻ കാണിക്കുന്നില്ല. നമുക്ക് ആ സമയം കൊണ്ട് നമ്മളുടെ ഡിസൈൻ കട്ട് ചെയ്യാം. ക്യാൻവാസ് നല്ലതായിട്ട് മടക്കിയിട്ടിട്ട് ഇവിടെ നമ്മൾ 1 ഇഞ്ചിലൊരു മാർക്ക് കൊടുക്കുക.
കൊടുത്തിട്ട് നമ്മൾക്ക് എത്രയും വേണോ അത് നമ്മൾ ഇതിൽ ഇത് ചെയ്യുക. ഇവിടെ ഇതുവരെയാണ് നമ്മുടെ ഡിസൈൻ നമുക്ക് വേണ്ടുന്നത്. ഇവിടെ മുതലല്ല, ഒരു കുറച്ചും കൂടെ ഇതിനൊരു 1 ഇഞ്ച് താഴെ നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഡിസൈൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലൈൻ കൊടുക്കട്ടെ. മുകളിലും ഒരു ലൈൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ഞാൻ ഗ്യാപ്പ് എടുക്കുന്നില്ല. ഇവിടെ ഞാനൊരു 3.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുവാണേ ഇവിടെ. എന്നിട്ട് ഇവിടെ ഞാനിപ്പം ഇങ്ങോട്ടൊരു ലൈൻ കൊടുത്തിട്ട് ഇപ്പം നമുക്ക് ഇതിലൊരു സ്കാലപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു ഇഞ്ച് തുണി ഇങ്ങനെ എക്സ്ട്രാ ഇടുക, 1 ഇഞ്ച്. എന്നിട്ട് ഇതിൻ്റെ അകത്താണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നിന്ന് ഇപ്പം ഇതിൽ വെച്ചിട്ട് ഈ സ്കാലപ്പ് ഇങ്ങനെ മാർക്ക് കട്ട് ചെയ്തെടുക്കുക. ഓരോന്ന് തനിത്തരി കിട്ടുന്നത് പോലെ വേണം കട്ട് ചെയ്യാനേ. 1 2 3 4 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു ഷേപ്പ് ഇത്രയുമാ കൊടുത്തേക്കുന്നത്. ഇപ്പം ഇത് നമുക്ക് വെട്ടിയെടുക്കാം. സോറി, ഞാനിത് തയ്ക്കുന്നത് വീഡിയോ ഓണായിരുന്നു, ഓഫായിപ്പോയി. ഞാൻ ഓർത്തില്ല, റെഡിയാക്കാൻ ഓർത്തില്ല. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ ആ കട്ടിങ്ങിനകത്തൂടെ തയ്ച്ച് ആ സ്കാലപ്പിൻ്റെ പുറത്തുകൂടെ തയ്ച്ച് നമ്മൾ അകത്തെ പീസ് വെട്ടിയെടുത്തിട്ട് ഇത് തിരിക്കുക ചെയ്തേ. കയ്യിൽ വെക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് അത് കാണിക്കാമേ. അപ്പം ഇതിൻ്റെ പുറത്തൂടെ നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് അയൺ ചെയ്താലും പിന്നെ ഇതിൻ്റെ പുറത്തൊരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തെങ്കിലേ ഇത് വാഷ് ചെയ്ത് ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ വെളിയിലോട്ട് വരാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഓരം ചേർത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കാമേ. ഇവിടുന്ന് വരാം.
അപ്പം ഇത്ര നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യാം. എന്നിട്ട് ഈ ഗ്യാപ്പിലെല്ലാം ഒരു കട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ അത് തിരിയത്തില്ല. ഈ ഗ്യാപ്പുകൾക്കകത്തെല്ലാം കട്ട് ചെയ്ത് ഈ തുണി അങ്ങ് കട്ട് ചെയ്താലും കളഞ്ഞാലും ഓക്കെയാ. അപ്പൊ ഇത് കറക്റ്റ് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് നമുക്ക് ഇതിന്റെ പുറത്തൂടെ ഒരു തയ്യൽ കൊടുക്കാം. സ്കാലപ്പ് നമ്മൾ ഒരു കൈക്ക് അടിച്ചു കഴിഞ്ഞ് മറ്റേ കൈ അടിച്ചിട്ട് ഇനി ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിക്കാമേ. ഇല്ലെങ്കിൽ ഒരുപാട് വലിയ വീഡിയോ ആയി പോവും, അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. എന്നിട്ട് മറ്റേ ചാനലിൽ ഇതിന്റെ സാരി ഉടുത്തും കാണിക്കാം. അടുത്ത വീഡിയോയിൽ ഞാനിത് ഇട്ട് കാണിക്കാമേ. ഇനി ഇടാൻ സമയമില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം. ഓക്കെ.